നമ്മുടെ വയറിലുള്ള ആസിഡ് മുകളിലോട്ട് വന്നിട്ട് തൊണ്ടയിൽ പൊള്ളലേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും ഡോക്ടേഴ്സിന് ആ ഒരു മാറി അവിടെ നിർത്തേണ്ടി വരുമോ? ഇപ്പോൾ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അകത്തോട്ട് പോയി റോബോട്ട് ചെയ്യുന്ന അത് ഒരു മോണിറ്റർ ചെയ്യാനൊരു ഡോക്ടർ വേണം. ഞാൻ അത് മാത്രമല്ല സർജറി ചെയ്യുന്ന ഡോക്ടർ തന്നെ. സാർ ഇപ്പോൾ നേരത്തെ ഹൈലറോണിക് ആസിഡിൻ്റെ കേസ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഹൈലറോണിക് ആസിഡ് അറിയുന്നത് ഫേസിൽ യൂസ് ചെയ്തിട്ടുള്ള സിറമായിട്ടും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള അത് തന്നെയാണോ? അതിൻ്റെ കൺസിസ്റ്റൻസി വ്യത്യാസമുണ്ട്, പ്രിപ്പറേഷൻ മാറുന്നു. ഓക്കെ, വേറെയാണ്. അതുപോലെ ഈ റിലേഷൻഷിപ്സിൽ തൈറോയിഡ് കാരണം പ്രശ്നങ്ങൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന കാര്യവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ തൈറോയിഡുമായിട്ട് റിലേറ്റഡ് ആണല്ലോ. അപ്പം അതിന് റിലേഷൻഷിപ്പിനെ അത് എഫക്റ്റ് ചെയ്യുന്ന കേസസ് ഒക്കെ അഫക്റ്റ് ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂഡ് സ്വിങ്സും ബാക്കി കാര്യങ്ങളും വരാം, തൈറോയിഡിൻ്റെ ഹോർമോണൽ ലെവൽ ഇംബാലൻസ് കാരണം വരാം. സെയിം വേ ഇൻ ഫീമെയിൽസ് പ്രീമെൻസ്ട്രൽ സിംറ്റംസും ബാക്കി കാര്യങ്ങളും വരുമ്പോൾ ഇത് രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചില ആൾക്കാരിൽ അത് പ്രശ്നങ്ങൾ വന്നേക്കാം. ഒരു വില്ലൻ തന്നെയാണല്ലേ. അതിന് ഞങ്ങൾക്കൊക്കെ ഈ സൗണ്ടിൻ്റെ കേസ് കൂടുതൽ അറിയുന്നത് ഓസ്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയിൽ ഷൈജു കുറുപ്പ് ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ടാണല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത്. അത് ശരിക്കും അങ്ങനെ ഉള്ളതാണോ അതോ മൂവിക്ക് വേണ്ടിയിട്ട് അത് കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ട് കാണിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ലാരിങ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതാണ് അതിൽ സിനിമയിൽ യൂസ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ലാരിങ്സ് ഒരു മെക്കാനിക്കൽ സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ക്യാൻസർ വന്ന് നമ്മുടെ ലാരിങ്സ് മൊത്തത്തോടെ എടുത്ത് മാറ്റുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഓസ്ലർ സിനിമയാണെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയുള്ള എക്സാജറേഷനും ബാക്കി കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഇപ്പോൾ അതിൽ കാണിക്കുന്നത് പോലെ ജസ്റ്റ് ഒരു കട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോക്കൽ കോഡ് ഒരു നെർവ് അതിൽ കാണിക്കുന്നത് സയൻറ്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒറിക്കൽ നെർവ് കട്ട് ചെയ്യുന്നു. അത് കാരണം വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ രണ്ട് സൈഡിലുള്ള നെർവ് പോയാൽ മാത്രമേ ശബ്ദം മാറ്റവും ശ്വാസം മുട്ടലുണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ തന്നെ മൊത്തമായ ശബ്ദം പുറത്തോട്ട് വരാതിരിക്കുന്ന ഒരു കണ്ടീഷനിലോട്ട് പോവുക എന്നുള്ളത് വളരെ വളരെ റെയറാണ്. പിന്നെ ബൈലാറ്ററൽ വോക്കൽ കോഡ് പാൽസി, അതായത് രണ്ട് വോക്കൽ കോഡും പാരാലിസിസ് വന്ന് അത് രണ്ടും അബ്ഡക്റ്റഡ്, അതായത് ഇങ്ങനത്തെ പൊസിഷനിൽ ഇരുന്നാൽ അടുത്തേ വരുന്നില്ല. അങ്ങനെ ഉള്ളവർക്ക് ആർട്ടിഫിഷ്യൽ ലാരിങ്സ് യൂസ് ചെയ്യാം, പക്ഷേ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ലാരിങ്സ് ഉള്ള ഒരാൾക്ക് അത് വെച്ചിട്ട് സംസാരിക്കാൻ പാടാണ്. ലാരിങ്സ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അത് വെച്ച് സംസാരിക്കാം എളുപ്പമാണ്, അത് പഠിപ്പിച്ചെടുക്കാനും എളുപ്പമാണ്. കാരണം ലാരിങ്സ് ഉള്ള ആൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നോർമൽ സൗണ്ടും കൂടെ വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് വരില്ല. അത് അകത്ത് വൈബ്രേഷന് പകരമാണ് വൈബ്രേഷൻ സൗണ്ടായിട്ട് മാറ്റുന്ന ഒരു എക്യുപ്മെൻറ്റാണത്. അത് മുമ്പേ ഉള്ള ഒരു സാധനം തന്നെയാണ്. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം പലരും അതൊരു തെറ്റിദ്ധാരണയായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് ഇതുപോലെ ഇപ്പം സർജറി ചെയ്യണം, സൗണ്ടിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പം സിംഗർ അല്ലെങ്കിൽ പോലും നമുക്കാണെങ്കിലും നമ്മുടെ സൗണ്ട് പോകാമെന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പം ഒരു ഡോക്ടറെ സംബന്ധിച്ച് അത് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്കൊരു ഷോക്കായിരിക്കും ഇത് അറിയുമ്പോഴേ. അപ്പോൾ സാർ എങ്ങനെയാണ് അങ്ങനത്തെ സിറ്റുവേഷൻസ്? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഏത് തൈറോയ്ഡ് പേഷ്യൻ്റ് ആയാലും അവർക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം, അഥവാ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ സർജറി ചെയ്യേണ്ടതിൻ്റെ ആവശ്യവും ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പങ്ങളും പറഞ്ഞു കൊടുക്കുക. അതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർ സർജറിക്ക് വില്ലിങ് ആവണം. ഇതുപോലെ ഇപ്പം നമ്മൾ നേരത്തെ ഓസ്ലറിലെ കേസ് പറഞ്ഞ പോലെ ഇതുപോലെ ഇനി ഫ്യൂച്ചറിൽ ഇതേപോലെ നമ്മുടെ സെയിം സൗണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒക്കെ ഇത്രയും അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു നമ്മുടെ സെയിം സൗണ്ട് ജനറേറ്റ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ വോയിസ് ബാങ്കിങ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട്. അത് നമ്മുടെ വോയിസ് തന്നെ ഇപ്പോൾ അവരൊരു 3000 5000 സെൻറ്റൻസസ് അവർ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇപ്പം ലാറ്ററൽ സ്ക്ലിറോസിസ്, അതായത് ന്യൂറോളജിക്കൽ കണ്ടീഷൻസാണ്, അവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അവർക്ക് ടെക്സ്റ്റ് ടു സ്പീച്ച് ആ രീതിയിൽ അവരുടെ വോയിസ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത്ര പോപ്പുലർ അല്ല. അതുപോലെ തന്നെ നമ്മുടെ ഐയുടെ മൂവ്മെൻറ്റ്സ് വെച്ചിട്ട് അപ്പോൾ ഒരു ടാബ് കാണും, അതിൽ ക്യാമറാസ് കാണും. അപ്പോൾ ഇവരുടെ നിന്ന് ഐ മൂവ്മെൻറ്റ്സ് കാണും, ബാക്കി ഇവർക്ക് മൂവ്മെൻറ്റ്സ് ഒന്നും കാണില്ല. അപ്പോൾ ഇവരിത് നോക്കുമ്പോൾ അതിനനുസരിച്ച് പ്രോംപ്റ്റ് വരും. ഇവർ നോക്കുന്നതനുസരിച്ച് നമ്മുടെ ഐ മൂവ്മെൻറ്റ്സ് വെച്ചിട്ട് ആ മെഷീൻ തന്നെ സംസാരിക്കുന്നു. അതും അവൈലബിളാണ്. പക്ഷേ ഇന്ത്യയിൽ അതിനകത്ത് അത് കൂടുതലായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ എക്യുപ്മെൻ്റ് എല്ലാം മെഷീൻ സൗണ്ടാണ്. വോയിസ് ബാങ്കിങ് ഇപ്പോൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം സൗണ്ട് തന്നെ അതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് വരും. ഇപ്പം നേരത്തെ പറഞ്ഞ സർജറിയിൽ തന്നെ എന്തൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് രീതിയിൽ സർജറിയിലൊക്കെ ഒരുപാട് ഇന്നോവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ?
ഉണ്ട്. മുമ്പ് നമ്മൾ സർജറി ചെയ്തിരുന്നതിനൊക്കെ പോലെ അല്ല. മുമ്പ് തൈറോയ്ഡ് സർജറി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ നെർവിന് ഇഞ്ചുറിക്കും ബാക്കി കാര്യങ്ങൾക്കും എല്ലാം കൂടുതൽ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. പുതിയ എക്യുപ്മെൻസും ബാക്കി കാര്യം. മുമ്പ് ബ്ലീഡിങ് കൂടുതലായിരിക്കും. തൈറോയ്ഡ് സർജറി ചെയ്ത് തുടങ്ങിയ സമയത്ത് ഇപ്പം ബുക്കിലും പറയുന്നുണ്ട് മണ്ടന്മാർ മാത്രമാണ് തൈറോയ്ഡ് സർജറി ചെയ്യുന്നത്. ആദ്യം പറഞ്ഞത് അങ്ങനെയായിരുന്നു. അപ്പോൾ തൈറോയ്ഡ് സർജറി ആദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 100 പേർക്ക് ചെയ്താൽ 95 പേരും മരിക്കും. അതായിരുന്നു ആദ്യത്തെ ചെയ്ത് തുടങ്ങിയ സമയത്തുള്ള ഇത്. പക്ഷേ ഇപ്പോൾ ആ കണ്ടീഷനെല്ലാം മാറി. ഇപ്പോൾ അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല എക്യുപ്മെൻറ്റ്സ് വരുന്നുണ്ട്, ടെക്നിക്ക് മാറുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളില്ല. അത് ഗ്രാജ്വലി സയൻസ് ഇമ്പ്രൂവ് ആവുന്നതനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയും ട്രീറ്റ്മെൻറ്റിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും ഇതെല്ലാം കുറയും. ഇപ്പോൾ ഒരു ഓപ്പൺ സർജറി അങ്ങനെ മീൻസ് അങ്ങനെ അല്ലാണ്ട് എൻഡോസ്കോപ്പിക്കലി തൈറോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മളിവിടെ 2 സൈഡിലും ഓരോ ക്യാമറ പോർട്ട് എൻഡോസ്കോപ്പിക്കലി തന്നെ തൈറോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ 2 സെൻറ്റി ആ സൈസും ബാക്കി വലിയ സൈസുള്ള തൈറോയ്ഡ് ഗ്ലാൻഡിനൊന്നും അത് ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. പിന്നുള്ള റോബോട്ടിക്കലി ചെയ്യാൻ പറ്റുന്നുണ്ട്. റോബോട്ടിക് സർജറി ചെയ്യുന്നത് ആക്സിലയിൽ ഇവിടെ ഇൻസിഷനായിട്ട് ആ ഇൻസിഷൻ വഴി ഇങ്ങോട്ട് ഫ്ലാപ്പ് എലിവേറ്റ് ചെയ്ത് തൈറോയ്ഡ് സർജറി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്നത് ഇവിടെ എത്രയും മാത്രത്തെ ടിഷ്യൂയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒരു ചെറിയൊരു സ്കാർ കാണും. ആ സ്കാർ കുറച്ച് ദിവസം കഴിയുമ്പം പോകും. മറ്റേതാണെങ്കിൽ ഇപ്പോൾ ആക്സില വഴിയാണെങ്കിൽ ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരത്തുള്ള ടിഷ്യൂസിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. നോർമൽ ടിഷ്യൂ ഡിസെക്റ്റ് ചെയ്ത് മുകളിൽ വന്നിട്ട് തൈറോയ്ഡ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു മോർബിഡിറ്റി ഉണ്ട്. സ്കാർ മാത്രം അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഒരു സ്കാർ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് വേണോ ഇല്ലെന്നുള്ളത് പേഷ്യൻ്റാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ സെൽ കൾച്ചർ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് രീതിയിലുണ്ട്. അപ്പോൾ ഈ ലാരൻസും ആ ഒരു ന്യൂറൽ കണക്ഷനും ആ ഒരു കണക്ഷൻ ബെറ്റർ ആക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാൻ ഇപ്പോൾ ലാരിഞ്ചൽ റീഇന്നർവേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയറാണ്. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സെൻറ്ററിലാണ്. ഞങ്ങളുടെ ഡോക്ടർ ജയകുമാർ ലാരിങ്കോളജി ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ നെർവ് കട്ടാവുകയോ അല്ലെങ്കിൽ നെർവിൻ്റെ ഫങ്ഷൻ വരാതെയോ ഇരിക്കുമ്പോൾ വേറൊരു നെർവ് എടുത്ത് ആ നെർവിൽ അനസ്റ്റമോസിസ് ചെയ്ത് അതിൻ്റെ ഫങ്ഷൻ നേരെയാക്കുന്നു, ശബ്ദം നേരെയാക്കുന്നു, ശ്വാസം മുട്ടലില്ലാതാക്കുന്നു. അതാണ് റീഇന്നർവേഷൻ എന്ന് പറയുന്നത്. അതിൽ ഈ സെൽ കൾച്ചറും ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ടെക്നിക്കാണ് നമ്മൾ സർജറി ചെയ്യുന്ന ടെക്നിക്കാണ് മാറുന്നത്. അത് മൈക്രോസ്കോപ്പിക്കലി ചെയ്യുന്ന സർജറിയാണ്. നമുക്ക് എങ്ങനെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? എന്തിനെ പ്രിവെൻറ്റ്? ഈ ഒരു അസുഖത്തിനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? അസുഖത്തിനെ കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതല്ല. അപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഫർദർ കോംപ്ലിക്കേഷനിലോട്ട് പോവാതിരിക്കുന്നത് നമുക്ക് ബാക്കി ഒരു സ്ക്രീനിങ്ങിലൂടെയും അല്ലെങ്കിൽ കൃത്യസമയത്ത് സർജറി ചെയ്തും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തും അതിനെ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാം. നമ്മൾ ഈ റീൽസിലൊക്കെ കുറേ കാണാറുണ്ട്, ചില ജ്യൂസസ് ഒക്കെ രാവിലെ എണീറ്റ് ഉടനെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ തൈറോയ്ഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ? ആക്ച്വലി ഒരു സയൻറ്റിഫിക് ബേസിസ് ഇല്ല. പിന്നെ മൈക്രോ എലമെൻറ്റ്സ് ഒക്കെ കിട്ടുമായിരിക്കാം. മൈക്രോ എലമെൻറ്റ്സ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണുമായിരിക്കും. പക്ഷേ അതിന് സയൻറ്റിഫിക് ബേസിസ് ഇല്ല. സർ, ഈ ആസിഡ് റിഫ്ലെക്സ് സൗണ്ടിനെ ബാധിക്കും. ആദ്യം ആസിഡ് റിഫ്ലെക്സ് എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട്. നമ്മുടെ വയറിലുള്ള ആസിഡ് മുകളിലോട്ട് വന്നിട്ട് തൊണ്ടയിൽ പൊള്ളലേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ വയറിനകത്തുള്ള മ്യൂക്കോസ അല്ലെങ്കിൽ അവിടുത്തെ തൊലി പോലത്തുള്ള ചർമ്മം അത് ആസിഡിന് റെസിസ്റ്റൻ്റാണ്. ആസിഡിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതേ ആസിഡ് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ തൊണ്ടയിൽ പൊള്ളൽ വരാൻ സാധ്യതയുണ്ട്. ഇത് കോമൺലി കാണുന്ന ഒരു പ്രശ്നമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ തൊണ്ടയിൽ പൊള്ളൽ വന്നു കഴിഞ്ഞാൽ അത് ശബ്ദത്തിനെ ബാധിക്കും. തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നത് പോലെ തോന്നും, കഫം ഉള്ളതുപോലെ പറയും. പേഷ്യൻ്റ് സ്ഥിരമായിട്ട് പറയുന്നത് അങ്ങനെയാണ്. തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നു, കഫമുണ്ട്, ചുമച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും വരുന്നില്ല, ശബ്ദം മാറ്റമുണ്ട്. അപ്പോൾ ഒരു ലോ പിച്ച് സൗണ്ടിലോട്ട് പോകും. ഇപ്പോൾ ഫീമെയിൽസ് ആണെങ്കിൽ മെയിൽ സൗണ്ടിലോട്ട് പോകുന്ന ഒരു രീതി വരും. ഇത് സാധാരണ വരുന്നത് നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സ് കൊണ്ടാണ്. ഭക്ഷണം കൃത്യസമയത്തല്ലാതെ ഇരിക്കുക, എരിവ് കൂടുതൽ കഴിക്കുക, കടലക്കിഴങ്ങ് അസിഡിറ്റി ഉണ്ടാക്കുന്ന കൂടുതൽ സാധനങ്ങൾ കൂടുതൽ കഴിക്കുക, ബട്ടർ, ചീസ്, ചോക്ലേറ്റ്, കോഫി, ഇത് 4 നൊട്ടോറിയസ് ആണ് ആസിഡ് റിഫ്ലക്സ് കൂട്ടാനായിട്ട്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതായിട്ട് അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ ബെഡിലോട്ട് പോകുമ്പോഴും ഈ റിഫ്ലക്സ് കൂടുതലായിട്ട് വരാം. ഇതിനെ ലാരിങ്കോഫാരിഞ്ചൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും. ഇത് തൊണ്ടയിൽ വന്ന് പൊള്ളൽ വന്നിട്ട് ശബ്ദത്തിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഡിന്നർ അല്ലെങ്കിൽ ഫുഡ് എന്താണെന്ന് വെച്ചാൽ കഴിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങരുത്. കഴിച്ച് കഴിഞ്ഞ് മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ കിടക്കാൻ പോകാവൂ. കിടക്കുന്നതാണ്, ഉറങ്ങുന്നതല്ല. കിടക്കുന്നതാണ്. ഓക്കെ. അതേപോലെ വേറെ പല സ്ഥലങ്ങളിലും വന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, മേ ബി അതിൻ്റെ ഒരു സീരിയസ് കേസ് വരെ എത്താതെ സർജറി എന്ന് പറയുന്ന ഓപ്ഷൻ വേണ്ട എന്ന് വെക്കാൻ
നിർത്തിയിട്ടും സർജറി എന്നുള്ള ഓപ്ഷൻ പറഞ്ഞിട്ടുള്ള കേസുകൾ ഞാൻ പേഴ്സണലി കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള പേഷ്യൻസ് ഉണ്ടോ? സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ തേർഡ് ഒപ്പീനിയൻ വരുന്നവരുണ്ട്. നമ്മുടെ ഒപ്പീനിയൻ എന്താണോ അത് പറയുക. ഒരു ഒപ്പീനിയൻ എടുക്കുന്നതാണല്ലേ ബെറ്റർ അതിലോട്ടൊക്കെ പോകുന്നതിനെക്കാട്ടിലും മുന്നേ? അത് ഓരോ പേഷ്യൻ്റ് അനുസരിച്ചായിരിക്കും. ചിലർ സെക്കൻഡ് ഒപ്പീനിയൻ വരും, ചിലർ തേർഡ് ഒപ്പീനിയൻ വരും. പിന്നെ ഡോക്ടർ ഷോപ്പിംഗ് ഉള്ളവരുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AI അത്രയും അധികം വാസ്റ്റായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോബോട്ടിക് സർജറീസ് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും ഡോക്ടേഴ്സിന് ആ ഒരു മാറി AI അവിടെ നിർത്തേണ്ടി വരുമോ? ഇപ്പോൾ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അകത്തോട്ട് പോയി റോബോട്ട് ചെയ്യുന്ന, അത് ഒരു മോണിറ്റർ ചെയ്യാനൊരു ഡോക്ടർ വേണം. ഞാൻ അത് മാത്രമല്ല സർജറി ചെയ്യുന്ന ഡോക്ടർ തന്നെയാണ്. അതിനൊരു ഡോക്ടേഴ്സ് കൺസോൾ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ENT അല്ലെങ്കിൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സിൽ വരുന്നതാണെങ്കിൽ ഡാവിഞ്ചി റോബോട്ടാണ്. അത് ഡാവിഞ്ചി എന്ന് പറഞ്ഞ റോബോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലൊരു കൺസോളുണ്ട്. നമ്മുടെ ഫിംഗേഴ്സ് എല്ലാം ഓരോ ഇതിനകത്ത് ഇടാൻ പറ്റും. നമ്മുടെ ഓരോ ഫിംഗറും ഓരോ ആമായിട്ട് ആ റോബോട്ടിലുണ്ട്. നമ്മുടെ ഇവിടുത്തെ മൂവ്മെൻറ്റാണ് അതിൽ വരുന്നത്. അപ്പം സർജറി ചെയ്യുന്നത് നമ്മൾ തന്നെ, പക്ഷേ ഒരു മിസ്കൺസെപ്ഷനാണ് റോബോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ലേണിംഗ് കർവ് ഇതെല്ലാം ഭയങ്കര കൂടുതലാണ്. പെട്ടെന്ന് ഒരു ദിവസം പോയി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കുറേ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ വരുന്ന ഇപ്പോൾ ഒരു ടെലി സർജറി ചെയ്യാൻ പോസിബിളാണ്. അതായത് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് റോബോട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ റോബോട്ട് സെറ്റ് ചെയ്തു, കൺസോളെല്ലാം സെറ്റ് ചെയ്തു. ഇവിടെ ഒരു ഡോക്ടറുണ്ട്. പക്ഷേ ഇപ്പോൾ അമേരിക്കയിലിരുന്നൊരു ഡോക്ടറിന് വേണമെങ്കിൽ ആ സർജറി ചെയ്യാൻ പറ്റും. അത് ടെലി ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അവിടെ ഒരു ഡോക്ടറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ എയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എയിൽ നമ്മളൊരു അതിൻ്റെ എന്താ ബേസിക് ഡേറ്റയാണ്. ഇപ്പം നമ്മളൊരു സർജറി ചെയ്യാനുള്ള ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാട്ടമി, ബ്ലഡ് വെസൽസ് അവിടെ കൂടെ പോകുന്നു, നെർവ് അവിടെ കൂടെ പോകുന്നു, എന്തൊക്കെയാണ് നോർമൽ. പക്ഷേ എല്ലാ ഇപ്പം നമ്മൾ ആരെ സർജറി ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കാണും. അതിനൊരു അപ്പോൾ ഇൻ്റലക്ച്വൽ സ്കില്ലില്ലാതെ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡിസിഷൻ മേക്കിംഗ് പല കാര്യങ്ങളും നമ്മൾ സർജറി ഓൺ ടേബിൾ ഡിസിഷൻ മേക്കിംഗ് ആണ്. അത്രയും കോംപ്ലക്സിറ്റി AI ഇപ്പോൾ വന്നിട്ടില്ല. പിന്നുള്ളത് ബ്ലീഡിങ് കൂടുതലോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളതല്ല. പിന്നെ ഒരു എത്തിക്കൽ ഇഷ്യൂ. അതുകൊണ്ട് AI കംപ്ലീറ്റ്ലി സർജറി ചെയ്യുന്ന ഒരു കാര്യം പ്രാക്ടിക്കലി അസ് ഓഫ് നൗ ഇമ്പോസിബിൾ ആണ്. ഇൻ ഫ്യൂച്ചറിൽ വന്നുവിടുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തിരനിലൊക്കെ പറഞ്ഞ പോലെ വിത്ത് ബ്രില്യൻസ് ഒക്കെ ഉള്ള അങ്ങനെ വരേണ്ടി വരും. ഇപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഇതേപോലെ തൈറോയിഡിൻ്റെ വളരെ ടെൻഷൻ അടിച്ചും ഇനി ഒരു സർജറിക്കൊക്കെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. സോ അവരോട് എന്താണ് സാറിന് ഒരു മോട്ടിവേഷൻ പോലെ അവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പം നമ്മൾ എന്തായാലും ഇപ്പം തൈറോയിഡല്ല എന്ത് പ്രശ്നമായാലും അതിനൊരു സൊല്യൂഷൻ കാണും. അത് ചെയ്തില്ലെങ്കിൽ എന്ത് വരും എന്നുള്ളതാണ്. അത് നമുക്കിനെ സ്വന്തമായിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സർജറി ചെയ്താൽ എന്തൊക്കെ വരാം, സർജറി ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ വരാം, അതിലേതാണോ തന്നിരിക്കുന്നത് ആ ഡെസിഷൻ എടുക്കുക. ഇപ്പോൾ സർജറി ചെയ്യുമ്പോൾ തന്നെ ആയാലും സർജറി ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് കോംപ്ലിക്കേഷൻ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ സയൻസിൽ ഇത് വെച്ചിട്ട് അത് നമുക്ക് ഒരു പരിധി വരെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചില കാര്യങ്ങൾ 100% ബാക്ക് ടു നോർമൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എന്താണോ വേണ്ടത് റിസ്ക്കും അഡ്വാൻറ്റേജും വെയ് ചെയ്ത് ഡിസൈഡ് ചെയ്യുക. അത് എന്ത് കാര്യത്തിലായാലും, തൈറോയ്ഡ് സർജറിയുടെ കാര്യമല്ല, എന്ത് കാര്യത്തിലായാലും. ഇതിന് ശേഷം കംപ്ലീറ്റ്ലി ഷാറ്റേഡായി ഈ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, കുറച്ചും കൂടെ മൈൻഡ് അത്രയും, എനിക്ക് ചിലപ്പം അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഒരു അമ്മൂമ്മയായിരുന്നു, ഒരു 65+ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു തൈറോയിഡിൽ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ പുറത്ത് ഒരു ഹോസ്പിറ്റലിൽ സർജറി ചെയ്തതാണ്. സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ക്യാൻസർ ആകുമ്പോൾ 2 നെർവിനും ഇഞ്ചറി വരാനും ബാക്കി കാര്യങ്ങളെല്ലാം സാധ്യത കൂടുതലാണ്. 2 നെർവിനും ഇഞ്ചറി വന്ന് അവർക്ക് ട്രക്യോസ്റ്റമിയും ട്രക്യോസ്റ്റമി എന്ന് പറഞ്ഞാൽ കഴുത്തിലൊരു ട്യൂബ് ഇട്ടിട്ട് ട്യൂബ് വഴിയാണ് ശ്വാസം എടുക്കുന്നത്. മൂക്കിൽ കൂടെ ഒരു ട്യൂബ് ഇട്ട് ആ ട്യൂബ് വഴിയാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അത് രണ്ടുമായിട്ടാണ് എൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്ത് വന്നിരുന്നത്. നമുക്ക് ഒരു 2 ആഴ്ച സമയത്തിൽ മൂക്കിലുള്ള ട്യൂബ് മാറ്റാനും അത് കഴിഞ്ഞ് ഒരു സർജറിയിലൂടെ ഈ കഴുത്തിലുള്ള ട്യൂബ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് പേഷ്യൻറ്റിന് സംസാരിക്കാനും ഒരു പരിധി വരെ പറ്റും, പക്ഷേ ഒരു ബ്രത്തി വോയിസ് ആയിരിക്കും. തൈറോയ്ഡ് കഴിഞ്ഞിട്ട് ഈ ട്യൂബുമായിട്ട് അങ്ങനെ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തൈറോയിഡക്ടമി കഴിഞ്ഞ് തൈറോയിഡ് എടുത്തു കഴിഞ്ഞിട്ട് വോക്കൽ കോഡ്
എൻ്റെ ബുദ്ധിമുട്ട് കാരണം നമുക്ക് കഴുത്തിലൊരു ട്യൂബ് ഇടുന്നതാണ് ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞ പ്രൊസീജിയർ. അത് കഴിഞ്ഞ് ആ ട്യൂബുമായി തന്നെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ബാക്കി ഫർദർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി അവെയർ അല്ലാത്തവർ, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ട്യൂബ് മാറ്റാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ ആണെങ്കിൽ വിത്തിൻ 6 months, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് നെർവ് ഇഞ്ചറി വന്നാലും നമ്മളൊരു 6 മാസം സമയം കൊടുക്കും അതിന് റിക്കവറി ചെയ്യാൻ. അത് കഴിഞ്ഞ് നമ്മളൊരു ഡെഫിനറ്റീവ് പ്രൊസീജിയർ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ സർജറി കഴിഞ്ഞ് ഉടനെ തന്നെ ശ്വാസം മുട്ടൽ വന്നു, ട്രക്കിയോസ്റ്റമി ചെയ്തു, പുറത്ത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ട്രക്കിയോസ്റ്റമി ചെയ്തു നമ്മളെടുത്തോട്ട് റെഫർ ചെയ്താൽ 2 ഓപ്ഷൻസാണ് നമ്മൾ ആ പേഷ്യൻസിന് കൊടുക്കുന്നത്. ഒന്നുകിൽ 6 മാസം ആ ട്രക്കിയോസ്റ്റമി തന്നെ ഇരിക്കുക. ട്രക്കിയോസ്റ്റമി ഉടനെ മാറ്റണമെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പിക്കലി ഒരു ഓക്കൽ കോണിന് ഒരു സൈഡിലോട്ടും കെട്ടി വെച്ചിട്ട് ട്രക്കിയോസ്റ്റമി മാറ്റും. അത് 6 മാസം വരെയൊക്കെ ആ കെട്ടിരിക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ ആ കെട്ട് പൊട്ടിപ്പോവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ശ്വാസം മുട്ടലുണ്ടെങ്കിൽ നമ്മൾ ലേസർ വെച്ചോ അല്ലെങ്കിൽ കോബുലേറ്റർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് വെച്ചോ ഒരു ഓക്കൽ കോഡിൻ്റെ പുറകു വശം കട്ട് ചെയ്യുന്നൊരു സർജറി ഉണ്ട്. അപ്പോൾ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അത് വെച്ചിട്ട് ഈ ട്യൂബ് ഇല്ലാതെ തന്നെ അവർക്ക് ശ്വാസം എടുക്കാനും ഒരു സർവീസബിൾ വോയിസും കിട്ടും. വോയിസ് കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കില്ല, പക്ഷെ ഒരു ബ്രത്തി വോയിസ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടിൽ ഒരു സാധനം കോംപ്രമൈസ് ചെയ്യാതെ നമുക്കൊരു സർജറിയോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റോ ചെയ്യാൻ പറ്റില്ല. അപ്പം അടുത്ത് വന്നാൽ ശബ്ദം ബെറ്റർ ആവും, ശ്വാസം മുട്ടൽ കൂടും. വികസിച്ച് വന്നാൽ ശ്വാസം മുട്ടൽ കാണില്ല, ശബ്ദം കാണില്ല. ആ സമയം ആസ്പിറേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആസ്പിറേഷൻ കാരണമല്ല എങ്കിൽ നമുക്ക് 100% അതിനെ മാറ്റി ബെറ്റർ ആയിട്ടുള്ള വോയിസ് നൽകാൻ കഴിയും. എയർവേ നൽകാൻ കഴിയും. പക്ഷേ ആസ്പിറേഷനും കൂടെ ഉണ്ടെങ്കിൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യൻസ് എങ്ങനെ വരുമെന്നുള്ളത്. അപ്പോൾ താങ്ക് യു സർ, നമ്മൾ അവസാനം വൈൻഡപ്പിലോട്ട് എത്തിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ബിക്കോസ് ഇത് തൈറോയിഡ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഒരുപാട് പേരിലും കാണുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ട്യൂബുമായിട്ട് ഇപ്പോഴും അതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ ഇതൊരു വലിയൊരു ബെനിഫിറ്റായി കാണും എന്ന് ഞാൻ വിശ്വസിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. കാര്യം ഇവിടെ സാറിന് ഇങ്ങനെ കോൾസ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും ഇത്രയും സമയം ഞങ്ങളുമായിട്ട് ചിലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഒരുപാട് നല്ല അതായത് ഡിസീസസ് ഉള്ള ആൾക്കാരെയൊക്കെ മാറ്റി നല്ലൊരു സൊസൈറ്റിയെ വാർത്തെടുക്കാൻ സാറിന് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.